നാടിൻ കൽബ് പൊട്ടിയ ചരിതമേ കണ്ണുനീരിൻ കടലിലൊഴുകിയ ഉവൈസരേ കാമിലോരെ കണ്ട കണ്ണുകൾ മുത്തുമേ കാലിൽ വീണ് മദീന മണ്ണ് മണക്കുമേ കരന് നാടിൻ കൽബ് പൊട്ടിയ ചരിതമേ കണ്ണുനീരിൻ കടലിലൊഴുകിയ ഉവൈസരേ കാമിലോരെ കണ്ട കണ്ണുകൾ മുത്തുമേ കാലിൽ വീണ് മദീന മണ്ണ് മണക്കുമേ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ട ഉവൈസുൽ ഖർനി അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് മഹാനായ ഉവൈസുൽ ഖർനി അങ്ങനെ ജീവിക്കുകയാ തന്റെ ഉമ്മാക്ക് സുഖമില്ലാത്തത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ വന്ന് മുത്തുനബിയെ കാണാൻ കഴിയാത്ത ഉവൈസുൽ ഖർനി ഒരു ദിവസം തന്റെ ഉമ്മയോട് സമ്മതം ചോദിച്ചുകൊണ്ട് മദീനത്തേക്ക് വന്നു അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിഞ്ഞില്ല അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയാതെ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന് തിരിച്ചു പോവേണ്ടി വന്നു ഉവൈസുൽ ഖർനി ആലോചിക്കുകയാണ് സുബ്ഹാനല്ലാഹ് ഈ മദീനയുടെ മണ്ണ് എത്ര ഭാഗ്യം ചെയ്ത മണ്ണാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യമാക്കപ്പെട്ട കാൽപാദം പതിയാൻ ഭാഗ്യം ലഭിച്ച മണ്ണ് ഈ മദീനയിലെ കാറ്റ് എത്രയോ ഭാഗ്യം ചെയ്ത കാറ്റല്ലേ അല്ലാഹുവിന്റെ റസൂലിനെ തഴുകിത്തലോടാൻ അവസരം ലഭിച്ച കാറ്റല്ലേ കരുണങ്ങാടിയിൽ വരും കരൾ പൊട്ടിയയാൾ ചോദിക്കും മദീനക്കാരുണ്ടോ മദീനക്കാരുണ്ടോ അത് കേട്ടവരിൽ മൊഴിയും അനമിൻ മദീന പറയും അന്നേരം വാരി പുണരും ആ കണ്ണടം ചുംബിക്കും കരുണങ്ങാടിയിൽ വരും കരൾ പൊട്ടിയയാൾ ചോദിക്കും മദീനക്കാരുണ്ടോ മദീനക്കാരുണ്ടോ അത് കേട്ടവരിൽ മൊഴിയും അനമിൻ മദീന പറയും അന്നേരം വാരി പുണരും ആ കണ്ണടം ചുംബിക്കും അത് കേട്ടവരിൽ മൊഴിയും അനമിൻ മദീന പറയും അന്നേരം വാരി പുണരും ആ കണ്ണടം ചുംബിക്കും മുഷിഞ്ഞുള്ളൊരു വേഷമതാ മെലിഞ്ഞുള്ളൊരു മേനിയതാ മെഹബൂബരെ തേടും വേദാ തീർക്കുന്ന ഉവൈസിൻ കഥ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ട് അതാ മദീനയിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ആ മദീനയിൽ വന്ന ആളെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാ എന്നിട്ട് ആ കണ്ടടമങ്ങ് ചുംബിക്കുകയാ കാലിൽ വീഴുകയാ മഹാനായ ഉവൈസുൽ ഖർനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണാത്ത കണ്ണ് ഉവൈസുൽ ഖർനി അതാ അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ ചോദിക്കുകയാ മുത്തുനബിയുടെ ചുണ്ടെങ്ങനെയാ മുത്തുനബിയുടെ
മുഖം എങ്ങനെയാ, നബിയുടെ നടത്തം എങ്ങനെയാ എന്നെല്ലാം ആ മദീനയിൽ നിന്നും വരുന്ന ആളോട് അതാ ഉവൈസുൽ ഖർനി ചോദിക്കുകയാ. ഉഹുദ് യുദ്ധം നടന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനതാ പരിക്ക് പറ്റിയിരിക്കുകയാണ് ഉഹുദ് യുദ്ധത്തിൽ. ഇതറിഞ്ഞ ഉവൈസുൽ ഖർനിക്ക് സമാധാനമില്ല. ഉവൈസുൽ ഖർനി അതാ ഓടിച്ചെല്ലുകയാ. ആരെങ്കിലും മദീനയിൽ നിന്നും വന്നിട്ടുണ്ടോ? അങ്ങനെ അന്വേഷിച്ചു കൊണ്ടതാ ഉവൈസുൽ ഖർനി പോവുകയാ. ആരെങ്കിലും കണ്ടാൽ അവരോട് ചോദിക്കുകയാണ്, എന്റെ പ്രവാചകർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? മുത്തായ നബിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അതെ, ഉഹുദ് യുദ്ധത്തിൽ മുത്തുനബിയുടെ മുൻപല്ല് പൊട്ടി എന്നറിഞ്ഞപ്പോ ഉവൈസുൽ ഖർനി ഓടിച്ചെല്ലുകയാ. എന്നിട്ടതാ ഒരു പാറക്കഷ്ണം എടുത്തുകൊണ്ട് ഉവൈസുൽ ഖർനിയുടെ മുൻപല്ലങ്ങ് പൊട്ടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനില്ലാത്ത ഈ പല്ല് ഈ ഉവൈസിനെന്തിനാ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും ഗുണമായിട്ടല്ലാതെ കാരുണ്യമായിട്ടല്ലാതെ നബിയെ അങ്ങേ നാം സൃഷ്ടിച്ചിട്ടില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അല്ലാഹുവിന്റെ തിരുദൂതർക്കില്ലാത്ത പല്ല് ഈ ഉവൈസിനെന്തിനാണ്? ഉവൈസുൽ ഖർനി ചിന്തിക്കുകയാ. ഉവൈസുൽ ഖർനി അത്രമേൽ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടു.